കെട്ടും കിടക്കയൊക്കെ ആയിട്ട് വന്നിറങ്ങിയിരിക്കുന്ന എന്റെ ദൈവമേ, അവർ രണ്ടാളും നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാ താമസിക്കാൻ വന്നിരിക്കുന്നത്. ആര്? നമ്മുടെ അമ്മുക്കുട്ടിയും ബാലേന്ദ്രനും. അമ്മച്ചേച്ചിയും ബാലേട്ടനോ? ആ പിരിയഞ്ചെറുക്കനുണ്ട് കൂടെ. മൂന്നാളും ഒരു വണ്ടി വീട്ടു സാധനമായിട്ടാ വന്നിറങ്ങിയിരിക്കുന്നത്. വാച്ചി, നമുക്ക് പോയി നോക്കാം. ആരെ കാണാനായി ഓടി ഇറങ്ങി പോകുന്നു? അവളെ കാണാനാണോ? എങ്കിൽ ആ വഴി പോയിക്കോളണം, തിരിച്ചിങ്ങോട്ട് വന്നേക്കരുത്. ഈ തോളത്തും നെഞ്ചത്തും കിടത്തി വളർത്തിയതാ നിങ്ങൾ അഞ്ചിനെ ഞാൻ. അതിലൊരുത്തിയാ എന്റെ നെഞ്ചത്ത് ചവിട്ടി ഇറങ്ങിപ്പോയത്. ആ അവളെ നിങ്ങൾക്ക് വേണോ? എന്നെ വേണ്ടാത്ത അവളെ നിങ്ങൾക്ക് വേണോന്ന്? പൊറുക്കില്ല ഞാൻ. ഈ ഭൂമിയിൽ ആരോടൊക്കെ പുറത്താലും അവളോട് മാത്രം ഞാൻ പൊറുക്കില്ല. നീ ഇവിടെ നിൽക്കുകയാണോ? ചെന്നൈ, ഈ സാധനങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് വെക്കേണ്ടതൊക്കെ പറഞ്ഞേ. ഊഞ്ഞാൽ കട്ടിൽ എവിടെ അടിക്കേണ്ടത്? അടുക്കളയിലോ അതോ? അടുക്കളയിലോ? ആഹാരം പാചകം ചെയ്തോണ്ടിരുന്ന് ഇങ്ങനെ ഇരുന്നാടാം, പിന്നെ തേങ്ങ അരയ്ക്കാനും നല്ല എളുപ്പമായിരിക്കും. അതൊന്നും വേണ്ട, ഊഞ്ഞാൽ കെട്ടിൽ ഇതാ ഇവിടെ ഇടിക്കും. ഞങ്ങൾക്ക് രണ്ടാൾക്കും അതിലിരുന്ന് നാടണം, അതിവിടെ പലരും കാണണം. അയ്യേ, അമ്മ കരയാണോ? ഇതൊക്കെ കണ്ട് സന്തോഷിക്കല്ലേ വേണ്ടത്? സന്തോഷിക്കാടാ കരുതേ, ഇത് കണ്ണീരല്ല, ഇതാണ് സന്തോഷ കണ്ണീർ. സന്തോഷ കണ്ണീരാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ മഹാത്മാഗാന്ധിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് പൊടിഞ്ഞില്ലേ? പൊടിഞ്ഞ? നീ പത്രത്തിൽ വായിച്ചില്ലേ? സോറി, ഞാൻ ഇന്നത്തെ പത്രം വായിച്ചില്ല. പൊടിഞ്ഞടാ, ആ കണ്ണീരാണ് ഈ കണ്ണീർ, സ്വാതന്ത്ര്യ കണ്ണീർ. നീ ജയിലിൽ കിടന്നിട്ടുണ്ടോ? അനാവശ്യം പറയരുത്. എങ്കിൽ ജയിലിൽ കിടന്നിട്ടുള്ള നിന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചു നോക്ക്. 10-20 കൊല്ലം ജയിലിൽ കിടന്നതിന് ശേഷം ഒടുക്ക മോചനം കിട്ടുമ്പോ ഇങ്ങനെ സന്തോഷം വരും. അതാണ് സന്തോഷ കണ്ണീർ. സന്തോഷിച്ചട്ടെ, നോക്കിയിരിക്കാതെ കൂടെ കൂടാ. കൂടെ കൂടാൻ പറഞ്ഞിട്ട് കഴുത്ത് പിടിച്ച് ഞെക്കുന്നോ? ചിരിച്ചാ മതി, കൈക്കറി ഒന്നും വേണ്ട. സമയം കളയാതെ സന്തോഷിച്ചട്ടെ. നോക്കിയിരിക്കാതെ ചിരിക്കടാ. ഇനി സന്തോഷത്തിന് ദിനങ്ങളാണ്. ആഹ്ലാദിച്ചാട്ടെ. നിർത്തറ, നിന്റെ ഈ തൊലിഞ്ഞ ചിരി എന്നെ കാണിക്കാൻ വേണ്ടിയല്ല, അയാളെ കേൾപ്പിക്കാൻ വേണ്ടിയാ. ഇന്നത്തേക്ക് ഇത്രയും മതി, ബാക്കി പുറകെ. അയ്യോ, ഉളുക്കി കുടിഞ്ഞ വെയിറ്റ് ആണല്ലോ നിനക്ക്. നിന്റെ ഏട്ടൻ എന്താ നിനക്ക് ഉരുട്ടി തന്നോണ്ടിരുന്നത്? കരിങ്കല്ലാണോ? ഈ ആരോഗ്യമില്ലെങ്കിൽ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്ന എന്തിനാ? എന്റെ അടുത്ത് പറഞ്ഞാ പോരായിരുന്നോ? അമ്മൂനെ ഞാൻ എടുത്തോണ്ട് വരുമായിരുന്നല്ലോ. ഓഹോ, നീ എടുത്തോണ്ട് വരുമായിരുന്നല്ലേ? തീർച്ചയായും. സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് അതിക്രമം ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഇതിന്റെ ഒക്കെ വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നടു ഉളിക്കപ്പോ സമാധാനായല്ലോ. എന്റെ നടു ഉളിക്കാലും സാരമില്ല, നിന്റെ ചേട്ടന്റെ ചങ്കുളിക്കല്ലോ, എനിക്കത് മതി. എനിക്കും. ഇവൻ എന്താ എപ്പോഴും ഒരു ഉളുക്ക്?